ഖിദ്മത്ത് ചെയ്യുക എന്നത് മാത്രമായിരിക്കണം. വിശുദ്ധ ഖുർആനിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ വിശേഷിപ്പിച്ചത് അള്ളാഹുവിൻ്റെ കലാമിന് മറ്റ് കലാമുകളെക്കാളുമുള്ള ശ്രേഷ്ഠത, സൃഷ്ടികളെക്കാൾ അള്ളാഹുവിനുള്ള ശ്രേഷ്ഠത എത്ര വലുതാണോ അതുപോലെയാണ് അള്ളാഹുവിൻ്റെ കലാം. മറ്റ് കലാമ് പോലെയല്ല. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് ചില ആദാബുകളുണ്ട്, അത് കേൾക്കുന്നവർക്ക് ചില ആദാബുകളുണ്ട്. ആ ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം, അതിൻ്റെ മഹത്വം മനസ്സിലാക്കി ആദാബുകൾ പാലിച്ചുകൊണ്ടായിരിക്കണം അത് പാരായണം ചെയ്യേണ്ടത്, അത് കേൾക്കേണ്ടത്. ഖുർആൻ ലോകത്ത് പാരായണം ചെയ്താൽ മാത്രം, അർത്ഥമൊന്നും അറിഞ്ഞില്ലെങ്കിലും ആശയം മനസ്സിലാക്കിയില്ല എങ്കിലും, അൽ മുതഅബ്ബദു ബി തിലാവത്തി എന്നാണ് നമ്മൾ ഖുർആനിന് നിർവചനം കൊടുക്കുന്നത്. പാരായണം ചെയ്താൽ മാത്രം തന്നെ പ്രതിഫലം കിട്ടുന്ന ഏക ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാം. അത് പാരായണം ചെയ്യുന്നത് പോലെ തന്നെ അത് ഓതുന്നതിനും അത് കേൾക്കുന്നതിനും, പാരായണം ചെയ്യുന്നത് കേൾക്കുന്നതും വലിയ പ്രതിഫലാർഹമാണ്. കിതാബൻ അൻസൽനാഹു ഇലൈക മുബാറക്, മുബാറക്കായ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കലാം. അത് പാരായണം ചെയ്യുന്ന ആൾക്ക് ബറക്കത്താണ്, കേൾക്കുന്ന ആൾക്ക് ബറക്കത്താണ്, പാരായണം ചെയ്യപ്പെടുന്ന സദസ്സിൽ ബറക്കത്തുണ്ടാകും. മഹാന ഇമാം ഇബ്രാഹിം അൽ മഖ്ദസി അദ്ദേഹത്തിൻ്റെ ശിഷ്യന് കൊടുക്കുന്ന ഉപദേശമുണ്ട്, അക്ഥർ മിൻ തിലാവത്തിൽ ഖുർആൻ വലാ തത്റുക്കുഹു, നീ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക, വലാ തത്റുക്കുഹു, അതിനെ പാരായണം ചെയ്യുന്നത് നീ ഒരിക്കലും ഉപേക്ഷിക്കാൻ വേണ്ടി പാടില്ല. ഫഇന്നഹു യതയസ്സറു ലക അല്ലദീ തത്ലുബു അലാ ഖദരി മാ തഖറ, നീ എത്രമാത്രം ഖുർആൻ പാരായണം ചെയ്യുന്നുവോ അതിനനുസരിച്ച് നിൻ്റെ ആവശ്യങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി തരും. ഇത് കേട്ട അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ പറയുന്നുണ്ട്, ഫജറബ്തു ദാലിക കസീറൻ, ഞാനത് എൻ്റെ ഉസ്താദ് പറഞ്ഞത് ഒരുപാട് തവണ ജീവിതത്തിൽ ഞാൻ പരീക്ഷിച്ചു നോക്കി. അള്ളാഹു ആ ഖുർആൻ പാരായണത്തിൻ്റെ പേരിൽ എൻ്റെ പല ആവശ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തന്നു. ചില മുഫസ്സിരിങ്ങളൊക്കെ പറയുന്നുണ്ട്, ഇസ്തഗൽനാ ബിൽ ഖുർആൻ, നമ്മൾ ഖുർആനുമായിട്ട് നമ്മുടെ ജീവിതം ബന്ധിപ്പിച്ചു. നമ്മുടെ ജീവിതം, ആയുസ്, സമയം മുഴുവനും അള്ളാഹുവിൻ്റെ ഖുർആന് നൽകിയപ്പോൾ ഫഗമറത്ന അൽ ബറകാതു വൽ ഖൈറാത്ത് ഫി ദുനിയ, അള്ളാഹു ഒരുപാട് ബറക്കത്തുകൾ, ഖൈറാത്തുകൾ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു നമുക്ക് തുറന്നു തന്നു എന്ന് പല മുഫസ്സിരീങ്ങളും പറഞ്ഞതായി രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന സദസ്സും വലിയ പ്രത്യേകതയുള്ളതാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നും കാരുണ്യം ഇറങ്ങുന്ന സദസ്സാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഖത്തമുകൾ തീർക്കുന്ന സദസ്സിൽ നമ്മൾ വലിയ പ്രാധാന്യത്തോടുകൂടി ഖത്തം ദുആ മജ്ലിസ് സംഘടിപ്പിക്കുന്നത്. പല സഹാബാക്കളും തങ്ങൾ ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ, ഖത്തം തീർത്തു കഴിഞ്ഞാൽ അവരെ തങ്ങളുടെ അടുത്ത കുടുംബാംഗങ്ങളൊക്കെ വിളിച്ചു കൂട്ടുമായിരുന്നു. എന്നിട്ട് അവരൊക്കെ ഇരുത്തി ധാരാളം ദുആ ചെയ്യുമായിരുന്നു. കാരണം ആ ഖുർആൻ പാരായണം ചെയ്ത് തീർത്ത സദസ്സിന് വലിയ പ്രാധാന്യമുണ്ട്, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയ ബറക്കത്തുണ്ടായിത്തീരുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പരിപാടിയുടെയൊക്കെ ഏക ലക്ഷ്യമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ കലാമിനെ ആദരിക്കലാണ്. അള്ളാഹുവിൻ്റെ കലാം പഠിക്കാൻ, അത് പാരായണം ചെയ്യാൻ, അതിന് പ്രോത്സാഹനം നൽകലാണ്. ആ ഒരു ഏക ലക്ഷ്യമാണ് നമ്മുടെ ഈ പരിപാടിക്കുള്ളത്. പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മൾക്കെല്ലാവർക്കും മത്സരം എന്നതിനപ്പുറത്ത് ആ ഒരു മഹത്തായ ലക്ഷ്യം, ആ നിയത്ത് നമ്മുടെ മനസ്സിലുണ്ടാകണം. എങ്കിൽ നമ്മുടെ ഈ പാരായണത്തോടൊപ്പം തന്നെ ഈ മത്സരം സംഘടിപ്പിക്കുന്നത്, ഈ മത്സരത്തിൽ നമ്മൾ പങ്കെടുക്കുന്നത് എല്ലാം അള്ളാഹുവിനുള്ള ഇബാദത്തായി തീരുന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പരിപാടിയെ കബൂലാക്കുമാറാവട്ടെ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകളെയും അള്ളാഹു കബൂലാക്കുമാറാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ സംസാരം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പ്രഗത്ഭ പണ്ഡിതനും പ്രഭാഷകനും കാസർഗോഡ് കണ്ണാടിപ്പള്ളി ചീഫ് ഇമാമും ഖത്തീബുമായ ഉസ്താദ് അത്തീഖുർ റഹ്മാൻ ഫൈസി അവറുകളാണ്. അദ്ദേഹത്തെ ഈ കർത്തവ്യം നിർവഹിക്കാൻ വേണ്ടി ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും.